ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല സദ്യ സ്പെഷ്യലായിട്ടുള്ള നല്ല പിങ്ക് പാലട ഇനി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴും കുറേ പേർക്ക് പാലട ഉണ്ടാക്കുമ്പോൾ കുറേ കൺഫ്യൂഷൻസാണ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാറ്ററിംഗുകാരുടെ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു മലബാർ പാലടയാണ് യൂസ് ചെയ്യുന്നത്. അതും മട്ട അരിയുടെ, അതായത് പോലത്തെ ചുവന്ന കളറിലുള്ള അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വേണമെന്നില്ല, സൂരജ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ വെള്ള കളറിലുള്ള അടയുണ്ട്, അതായാലും മതി. അപ്പോൾ സത്യത്തിൽ കണക്ക് 200 ഗ്രാമാണ് വേണ്ടത്. ഞാൻ 250 ഗ്രാം എടുക്കുന്നുണ്ട് കേട്ടോ. 200 ഗ്രാം അടയ്ക്ക് 3 ലിറ്റർ പാല്, 650 ഗ്രാം ഷുഗർ പഞ്ചസാര, 50 ഗ്രാം ബട്ടർ. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഞാനിവിടെ 250 ഗ്രാം എടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് 250 ഗ്രാം എടുത്താലും 3 ലിറ്റർ പാല് തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അതപ്പോൾ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു വലിയ പാത്രം എടുക്കാം. ഇതിലാണ് നമ്മൾ പായസം പ്രിപ്പയർ ചെയ്യേണ്ടത്. എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതെടുത്തത് തന്നെ ചെറുതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്താണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 50 ഗ്രാം വെണ്ണയോ അല്ലെങ്കിൽ 50 ഗ്രാം നെയ്യോ ആണ്. ഞാനിപ്പോൾ അത്ര ക്വാണ്ടിറ്റി ചേർക്കുന്നില്ല, കുറച്ച് നെയ്യും കുറച്ച് വെണ്ണയും ചേർക്കുന്നുണ്ട്. ഇനി കാഷ്യൂം കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്, കാരണം പാലടയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്കിവിടെ കടിക്കാനത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒന്ന് കാഷ്യൂ ഇട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്നത് കോരി മാറ്റാം. ഇനി ഈ സമയം നമ്മൾ അതേ ബട്ടറിലേക്ക് തന്നെ ഒരു 1/2 കിലോ 500 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കണം. ടോട്ടൽ നമുക്കൊരു 650 ഗ്രാം പഞ്ചസാരയോളമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 500 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കുക, എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കാരമലൈസ് ചെയ്യുന്നത് കുറച്ച് ഓവറായി കഴിഞ്ഞാൽ നമ്മളുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ആകെ ഒരു കയ്പ്പ് രസത്തേക്ക് മാറും. അതുകൊണ്ട് നമ്മളിത് ഇട്ടിട്ട് എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ നമുക്ക് നിൽക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ, അതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ മെൽട്ടായി തുടങ്ങുമ്പോൾ പിന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ അട ഇതാ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ജസ്റ്റ് കയ്യിൽ എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാമല്ലോ, ചോറൊക്കെ വേവുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ, അതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അങ്ങനെ ഉടയുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നർത്ഥം. അപ്പോൾ ആ സമയത്ത് നമ്മളിത് എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ച് 2-3 തവണ നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കഴുകി ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ആ സമയത്ത് നമ്മുടെ പഞ്ചസാര മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഡാർക്ക് കളർ വന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, കാരണം ഞാൻ ആ ബട്ടർ ഉണ്ടല്ലോ അത്യാവശ്യം ഒരല്പം ചൂട് കൂടിപ്പോയി. അത് മാത്രമല്ല ആ കാഷ്യൂടെ പൊട്ടും പൊടിയൊക്കെ ഒന്ന് അവിടെ ഡാർക്കായിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി അതേ സമയം നമ്മൾ വേറൊരു പാനിലേക്ക് ഒരല്പം നെയ്യ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ അട, വെന്തിട്ടുള്ള അട ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ടോട്ടൽ 650 ഗ്രാം പഞ്ചസാരയാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു 150 ഗ്രാം നിങ്ങൾക്ക് ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സാധാരണ വെള്ളം ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചൂടുവെള്ളം ചേർക്കാം, തണുത്ത വെള്ളം ചേർക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. പക്ഷെ ചേർക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് മാറി എന്നിട്ട് ഒഴിക്കുക, കാരണം ഇത് കുറച്ച് പൊട്ടിത്തെറിക്കലും ചീറ്റലൊക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, അപ്പോൾ ഇതാ കുറച്ചൊന്ന് മാറി നിന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട കുത്തുന്ന പോലെ തോന്നും, ബട്ട് ഡോണ്ട് വറി, അതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മളുടെ അട മിക്സ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കുക തന്നെ. ഈ ഇളക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ പഞ്ചസാര കൂടി മെൽട്ടായി വരുമ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയിട്ട് മാറും, അത് പ്രശ്നമില്ല. ആ സമയത്ത് നമ്മളുടെ ഇതുപോലെ കട്ടകളൊക്കെ ഉടഞ്ഞ് നമ്മളുടെ ഷുഗർ സിറപ്പ്, അതായത് കാരമലൈസ്ഡ് ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1.5 ലിറ്റർ തിളപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. എപ്പോഴും നമ്മൾ പായസത്തിലേക്ക് പാല് തിളപ്പിച്ച ശേഷം ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു പച്ച ചുവ മാറാൻ പെട്ടെന്ന് നമുക്ക് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് അത് കുറച്ച് ടൈം എടുക്കാറുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ടോട്ടൽ 3 ലിറ്ററാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്റർ ആദ്യം ഒഴിച്ചു. അതിനുശേഷം ഇത് നന്നായിട്ട് ബോയിലായി വരട്ടെ. ആ സമയത്ത് നമ്മളിത് ആ പഞ്ചസാരയൊക്കെ മെൽട്ടായപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച്
വാട്ടറി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടില്ലേ? കുഴപ്പമില്ല. ഇതൊരു 3-4 മിനിറ്റ് ഇതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്തിടാം നമുക്ക്, കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മളുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അട ഞാൻ നേരിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് കട്ടകളുണ്ടാവും, നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു 1.5 ലിറ്ററും കൂടി പാൽ ഒഴിക്കാൻ ബാക്കിയുണ്ടല്ലോ, അത് നമുക്ക് നമ്മളുടെ അടയിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനെ നിങ്ങൾക്ക് പാലിലേക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മിക്സായി കിട്ടും. ഞാനിപ്പോൾ ഇത് ഓർമ്മ ഇല്ലാണ്ട് ഒരു 2-3 കയ്യിൽ നേരത്തെ ഇതിന്ന് അട എടുത്തിട്ട് ആ വലിയ ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോസസ്സ് ഇത്ര തന്നെ ഉള്ളൂ. ഇതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പാലും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചസാര നിങ്ങൾക്ക് നോക്കാം. ചില ആളുകൾക്ക് കൂടുതൽ വേണം, ചില ആളുകൾക്ക് കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതൊന്ന് കുറുകി പാകമാവുമ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും കൂടി ഇടുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. എൻ്റെ പാത്രത്തിൽ ആക്ച്വലി സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഇത് കുറുക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ? ഇപ്പം ഞാൻ ബാക്കി പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് കുറുക്കുമ്പോഴേക്കും നമ്മളുടെ പാലട റെഡിയാവും. അതിന് ശേഷം ഞാൻ ആ മറ്റേ പാത്രത്തിലുള്ളതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ നിങ്ങൾക്ക് ഗസ്റ്റുകൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ നമ്മളെ കാഷ്യൂം കിസ്മിസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ആ മുകളിൽ കാണുന്ന പാലിൻ്റെ ആട ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം കേട്ടോ. നമുക്കിവിടെ അത് അത്ര പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.